എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആലുവ ശിവരാത്രിയുടെ കുറച്ച് മനോഹരമായ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ കാണാം. അപ്പം ഞാൻ രാവിലെയും വൈകിട്ടും ആലുവ മണപ്പുറത്ത് പോയിട്ടുള്ള കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആലുവ മണപ്പുറത്തിനെ പറ്റിയിട്ടുള്ള ഐതിഹ്യവും ആലുവ മണപ്പുറത്തിൻ്റെ പ്രത്യേകതയും ഒന്നും ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിൽ പോലും ആലുവ ശിവരാത്രിയെ കുറിച്ചിട്ടൊക്കെ അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ആലുവ ശിവരാത്രി മണപ്പുറം പെരിയാറിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ആറാട്ട് നടക്കുന്ന ഒരു ശിവക്ഷേത്രം കൂടിയാണ് ആലുവ മണപ്പുറം. ഇവിടെ മഴക്കാലങ്ങളിൽ പെരിയാർ കവിഞ്ഞൊഴുകുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ സ്വാഭാവികമായിട്ടുള്ള ആറാട്ട് നടക്കുന്നത്. ഇതുകൂടാതെ എല്ലാ വർഷവും കുംഭമാസത്തിലെ ശിവരാത്രി ദിനത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ ബലി അർപ്പിക്കാനായിട്ട് വരുന്നത്. ഇവിടെ ബലി അർപ്പിച്ചാൽ ബന്ധുക്കൾക്കെല്ലാം മോക്ഷം ലഭിക്കും എന്നൊരു വിശ്വാസത്തിലാണ് ഇവിടെ ഇത്രയധികം ആളുകൾ ബലി അർപ്പിക്കാനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രം പ്രസിദ്ധമാണ്. അപ്പോൾ നമ്മൾ പണ്ട് ഉള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ടിട്ടുള്ള പരിചയം പോലും ഇല്ലാന്ന്. അപ്പോൾ അത്രയധികം ആൾക്കാർ വരുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ പണ്ട് തൊട്ടേ അങ്ങനെ പറയുന്നത്. അപ്പോൾ ആലുവ മണപ്പുറത്തെ ആ മനോഹരമായ കാഴ്ചകളും ആ ഒരു തിക്കും തിരക്കിനിടയിലെല്ലാം നമുക്ക് ഈ ഒരു ആലുവ മണപ്പുറത്ത് വന്ന് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ശിവരാത്രി ദിവസമൊന്നും നമുക്ക് എന്താ പറയുക, നമ്മുടെ ഡേ തന്നെ നമുക്ക് ഒരു മിസ്സിങ് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ശിവരാത്രി മണപ്പുറത്തെ ആ ഒരു മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വന്നാലോ?
ശിവരാത്രി മണപ്പുറത്ത് ബലിതർപ്പണം ഒരു ദിവസമാണെങ്കിലും ഇവിടുത്തെ ആഘോഷങ്ങൾ ഏകദേശം 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിരവധി കച്ചവടക്കാരും അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിരവധി ഗെയിംസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ആലുവ ശിവരാത്രി മണപ്പുറത്തെ കാഴ്ചകളെല്ലാം ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ആഘോഷമായതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും തിരക്കുകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കൂടിയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഏറ്റവും വിഷമകരമായിട്ട് തോന്നുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ ജീവൻ പണയം വെച്ചിട്ടും പല റൈഡുകളിലും പണിയെടുക്കുന്ന ഒരുപാട് ആൾക്കാരെയാണ്. അപ്പോൾ ചെറിയ ചെറിയ കച്ചവടക്കാരും ഇതുപോലെ മരണക്കിണറിലൊക്കെ ഒരുപാട് ജീവൻ പണയം വെച്ചിട്ടാണ് ഈ ഒരു റൈഡും കാര്യങ്ങളൊക്കെ ഇവർ നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് അവരുടേതായ ഒരു വാല്യൂ കൊടുക്കുക. അപ്പോൾ അവർക്ക് ഒരു ഹെൽപ്പിംഗ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു റൈഡിലൊക്കെ കയറിയിട്ട് അവർക്കൊരു സഹായകരമായിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.